നൽകിയത്. LDF ക്യാമ്പിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് കൺവെൻഷനുകൾ പൂർത്തിയാക്കി പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് LDF. ജന്മനാടായ പോത്തുകല്ല് പഞ്ചായത്തിലായിരുന്നു സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ഇന്നത്തെ വാഹന പര്യടനം. കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ് നാളെ തിരിച്ചെത്തുന്ന നേതാക്കൾ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാനിക്കുന്നതുവരെ മണ്ഡലത്തിലുണ്ടാകും. സെയ്ഫ് സൈനുലാബ്ദീൻ LDFന്റെ നീക്കങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് നൽകും. സെയ്ഫ്, ഇന്നിപ്പോൾ പോത്തുകല്ലിലായിരുന്നു. പോത്തുകല്ലിൽ നിന്ന് വലിയൊരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് LDF, പ്രത്യേകിച്ചും അത് സ്വരാജിന്റെ പഞ്ചായത്ത് കൂടിയാണ്. അപ്പോൾ ഇന്ന് ഈ LDF സ്ഥാനാർത്ഥി പോയ വഴികൾ ഏതെല്ലാമായിരുന്നു? ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കളും മന്ത്രിമാരും എത്തുമെന്നറിയുന്നു. എന്തൊക്കെയാണ് LDF പ്ലാൻ ചെയ്യുന്ന നീക്കങ്ങൾ? സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ രണ്ടാം ദിവസത്തിലേക്കാണ് ഇടതുമുന്നണി കടന്നിട്ടുള്ളത്. ഇന്ന് ഇപ്പോൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ സ്വരാജിന്റെ ജന്മനാട്ടിലാണ് ഇന്ന് പര്യടനം ഉണ്ടായത്. വലിയ ജനത്തിരക്ക് സ്വരാജിനെ കാണാൻ വേണ്ടി വിവിധ ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പര്യടനവുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വിവിധ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള ജനത്തിരക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പോത്തുകൽ പഞ്ചായത്ത് സ്വരാജിന്റെ ജന്മനാടായതുകൊണ്ട് വലിയൊരു ഭൂരിപക്ഷം അവിടെ നിന്ന് സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നും ഉണ്ട്. നാളെ വാഹന പര്യടനം തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ വഴിക്കടവ് പഞ്ചായത്തിലാണ് വാഹന പര്യടനം തീരുമാനിച്ചിട്ടുള്ളത്. CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് വേണ്ടി ഇവിടെ ഉണ്ടായിരുന്ന നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. നാളെ രാത്രിയോടുകൂടി അവർ തിരികെ എത്തും. തെരഞ്ഞെടുപ്പ് അജണ്ട എന്തായിരിക്കണം എന്ന ഒരു ധാരണ CPMന്റെ നേതൃതലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും സജീവ ചർച്ചയാക്കി ഇടതുമുന്നണി നിർത്തുന്നത്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാനം വരെ CPM നിർത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്, ഇടതുമുന്നണി നിർത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ നടത്തിയ പരാമർശമാണ്. ക്ഷേമ പെൻഷൻ നൽകുന്നത് ഒരു കൈക്കൂലിയായി നൽകിക്കൊണ്ട് അത് വോട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെ നീക്കം നടത്തുന്നു എന്ന ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പരാമർശം അത് വലിയ തോതിൽ ഇടതുമുന്നണി മണ്ഡലത്തിലുടനീളം ചർച്ചയാക്കി എടുക്കുകയാണ്. സാധാരണക്കാർക്ക് കിട്ടുന്ന പെൻഷനെ കൈക്കൂലിയായിട്ട് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. അത് ആ പരാമർശം പിൻവലിച്ച് KC വേണുഗോപാൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മണ്ഡലത്തിലുടനീളം ഇന്നിപ്പോൾ കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രചരണം. അത് ഈ വേറെ വിഷയങ്ങൾ വരുമ്പോൾ അത് വിട്ടുകളയാൻ വേണ്ടി നേതാക്കന്മാർ ആലോചിക്കുന്നില്ല. ഈ 17-ാം തീയതി വൈകിട്ട് 6 മണി വരെ പരസ്യപ്രചരണം അവസാനിക്കുന്നവരെ ആ വിഷയം ഒരു വിഷയമാക്കി ഉയർത്തിക്കൊണ്ട് നിർത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ 2000 കോടി രൂപയുടെ വികസനം, അത് PV അൻവർ രാജിവെച്ച ശേഷം ഏതാണ്ട് 600 കോടി രൂപയുടെ പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ 9 വർഷത്തിനിടയിൽ 2000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നിലമ്പൂരിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സജീവ ചർച്ചയാക്കി നിർത്തുന്നുണ്ട്. പിന്നീട് UDF അൻവറിനെ അവഗണിച്ച വിഷയം സജീവ ചർച്ചയാക്കി നിർത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ അത് കടക്കും. കാരണം കൂടുതൽ നേതാക്കന്മാർ എത്തിയാൽ മാത്രമേ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഒരു ആദ്യഘട്ട ഓളത്തിലേക്ക് നിലമ്പൂർ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ അത് കത്തിപ്പടരുകയും ചെയ്യും. 17-ാം തീയതി വൈകിട്ട് 6 മണിയോടുകൂടി അത് കത്തിപ്പോയിരിക്കുന്ന സാധനം അത് പതിയെ താഴ്ന്ന് 19-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൈഫുദ്ദീൻ.